നാളെ രാവിലെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഏരിയയിൽ ഒരു മാർക്കറ്റ് പ്രത്യക്ഷപ്പെടുമെന്നാണ്. ഇന്നിതാ മാർക്കറ്റ്, ഒരു നീളത്തിലുള്ള ഒരു മാർക്കറ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 12 മണിയാകുമ്പോൾ ഇത് വീണ്ടും ഡിസപ്പിയർ ആവും. ഇതാണ് കേട്ടോ മിയാഗവ മോർണിംഗ് മാർക്കറ്റ്. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ടക്കയാമയിലെ ഒരു ഫേമസ് മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും. ഇപ്പോൾ ഏത് സീസൺ ആണോ അതിനനുസരിച്ചുള്ള ഫ്രൂട്ട്സ് കിട്ടും. അങ്ങനെയാണ് ഞാനിത് കണ്ടുപിടിച്ചത്. അപ്പം നമുക്കത് പോയി നോക്കാം. പക്ഷെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വന്നപ്പം മാർക്കറ്റ് പോയിട്ടൊരു പൊടി പോലും ഇല്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവമേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. 12 മണി കഴിയുമ്പോൾ ഇവർ കെട്ടിപ്പൊട്ടി കാലിയാക്കി പോകും. സോ ലെറ്റ്സ് സീ how the market looks. നമ്മൾ ഇവിടുത്തെ മീനിന് തീറ്റ കൊടുക്കാമേ. അപ്പം ഇവിടെ പുഴയിൽ നിറയെ മീനുണ്ടല്ലോ, അപ്പം അവർക്ക് നമുക്ക് കൊടുക്കാം. അറിയാത്തോ സേവാസ്? അറിയാത്തോ? നമുക്ക് ഈ മീനിനുള്ള തീറ്റയായിട്ട് മീനിനെ തീറ്റിക്കാൻ പോവാമേ. അവിടെ കൊടുക്കാം അല്ലേ? ഇവിടെ ഒരു മീനുകളുടെ സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. ഞാനിവരുടെ രക്ഷകയായി. നമ്മൾ തീറ്റ കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടോ? അവിടെ കുറെ കുഞ്ഞു പൊടിമീനുകളുണ്ട്. എന്റെ കൈ നാറുന്നുണ്ട് ഈ മീറ്റ. പൊട്ടന്മാർ എങ്ങോട്ടേക്കാ? പക്ഷെ ഇത് ഒലിച്ചു പോവും. They have to be quick. ബീഫിൻ്റെ ഒരു അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. പിക്കിൾ എന്നാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലെ അച്ചാർ പോലെ ആയിരിക്കില്ല, എന്നാലും ഹിഡ ബീഫ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റം. നമുക്കൊരു വരാബി മോച്ചി ട്രൈ ചെയ്യാമേ. വറാബി, വസാബി ഞാൻ ട്രൈ ചെയ്യില്ല. ഇത് ഇവരുടെ മോച്ചി. താങ്ക് യു. ഭയങ്കര ഒരു ഫീലിംഗ്, ഒരു മണ്ണിൻ എന്താ എനിക്ക് പറയണേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉള്ളൊരു ജെല്ലി പോലത്തെ സാധനമാണ്, പക്ഷെ പുറത്തുള്ളതൊരു എനിക്കറിയാം പൊടി, ഒരു അമൃതം പൊടി പോലെ. ഏതിൻ്റെ അകത്ത് വസാബി പച്ചയാണോ? പച്ചയാണ് ട്രൈ ചെയ്യുന്നത്. അതെ, എന്തോ ഒരു ഉണക്കമീനിൻ്റെ എനിക്കറിയില്ല. ഫോർ സം റീസൺ മാച്ച ഒരു മീനിൻ്റെ എന്തോ ടേസ്റ്റ് വേണമെങ്കിൽ തോന്നാറ്. ബ്ലാക്ക് ട്രൈ ചെയ്ത് നോക്കാം. ബ്ലാക്ക് ഒരു അമൃതം പൊടി പോലെ ഉണ്ട്. നീ കഴിച്ചത് ഇതാണ് ഏറ്റവും നോർമലായിട്ടുള്ള കഴിക്കാൻ പറ്റിയത്. അതിൻ്റെ ഇടയിലാണ് ബ്ലാക്ക്. മാച്ച് കഴിക്കണമെങ്കിൽ നെക്സ്റ്റ് ലെവൽ സ്കില്ല് വേണം. എന്നെ കൊണ്ട് പറ്റും തോന്നില്ല. മൊത്തത്തിലൊരു അമൃതം പൊടിയാണ്. ഇവിടെ അവിടെ കണ്ടതിനേക്കാളും വലിയ മീനാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ആയിരുന്നു ഈ മീനുകളെ ഫീഡ് ചെയ്തു. റെസ്റ്റ് എടുത്തു, എനർജി സേവ് ചെയ്തു, എന്നിട്ട് കുറച്ച് മുന്നോട്ട് വന്നു. കല്ലിനെ കൊള്ളുന്നില്ല, കല്ലിന്റെ അവിടെ ഒഴുക്ക് കുറവാണ്.
നമ്മൾ ടക്യാമയിൽ വന്നിട്ട് ഇനി ഒരു ഷ്രൈനിൽ പോയില്ല എന്ന് വേണ്ട, നമ്മൾ ടക്യാമയിലെ ഒരു ഷ്രൈനിലേക്ക് വന്നതാണേ. നമുക്ക് നമ്മുടെ ഫോർച്യൂൺ നോക്കാം. ഇട്ടു. ജാപ്പനീസിലാണല്ലോ. എൻ്റെ ഫോർച്യൂൺ അത്ര അടിപൊളിയല്ല. അപ്പോൾ ഇവിടെ പെയർ ഓഫ് സ്റ്റോൺസ് ഐ വിൽ മേക്ക് യു ക്ലോസ് ടു ബിറ്റ്വീൻ ദ ഡിസയർ ആൻഡ് ഔട്ട്ഡോർ. ഞാൻ ദൈവത്തിനോട് വലിയ കൂറുള്ളവളല്ല എന്നാണ് തോന്നുന്നത് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് താല്പര്യം ഇല്ലാത്തല്ലേ അത്ര നല്ല ഇതല്ലെങ്കിൽ നമുക്ക് നല്ലത് വരാൻ വേണ്ടി വേറെ വിശ്വാസപ്രകാരം നമ്മൾ നമ്മുടെ ഫോർച്യൂൺ ഇവിടെ ടൈ ചെയ്തിടണം. അപ്പം ഞാൻ എൻ്റെ ഫോർച്യൂൺ ഇവിടെ ട്രൈ ചെയ്തിട്ടിരിക്കുകയാണ്. ലെറ്റ്സ് സീ. ഇത് ഇനാരിയുടെ ഷ്രൈനാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇനാരിയുടെ മെസ്സഞ്ചേഴ്സായ ഫോക്സസ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ അധികം ചുറ്റി നടന്ന് കറങ്ങാൻ പറ്റില്ല. പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കരടി വരുമെന്ന്. കരടി വന്നാൽ നമ്മളൊന്നും ചെയ്യരുത് പോലും. നമ്മളെന്ത് ചെയ്യാനാ? അതായത് ബാക്കി കരടി ചെയ്തോളൂ. കീഴടങ്ങിയാൽ ഇങ്ങനെ നിൽക്കും. പണ്ട് കഥയിൽ വായിച്ചിട്ടുണ്ട്, കരടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചത്ത പോലെ നിന്നാൽ മതി. അപ്പം ചത്തേനെ ബോഡീനെ കരടിക്ക് വേണ്ട, അപ്പം നമ്മളെ മണത്തിട്ട് പൊയ്ക്കോളൂ എന്ന്. അതാണ് എൻ്റെ പ്ലാൻ. ഇനി നമുക്ക് അടുത്ത ഷ്രൈനിലേക്ക് പോകാം. ഇത് ഇങ്ങനത്തെ ഈ ജാപ്പനീസ് സ്റ്റൈൽ പെയിൻറ്റിങ്സ് നമ്മൾ അധികം കണ്ടിട്ടില്ല. ഇവിടെ കുറച്ച് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു. വാവ്. നമ്മുടെ നാട്ടിലുള്ള പോലെ ഇവിടെ ഒരു പാക്കും അതിൻ്റെ മുകളിൽ കുറേ എന്തൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ കൊത്തുപണികൾ ഉണ്ടാവാറില്ല. അതിന് പകരം ഈ പെയിൻറ്റിങ് കൊള്ളാം. ജാപ്പനീസ് സ്റ്റൈല് ചൈനീസ് സ്റ്റൈലിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഹിഗിഷിയാമ എന്ന് പറഞ്ഞൊരു ഷ്രൈനിലേക്ക് പോകണേ. അപ്പോൾ അതിൽ പോകുന്നതിൻ്റെ സൈഡിലും ഒരു കനാല്, അതിലും നല്ല ആ നദിയുടെ പോഷക നദികൾ. അപ്പോൾ ഇതിവിടെ എന്തോരം മീനാ നോക്ക്. മറ്റേ കളർ മീനുകളല്ല, കുഞ്ഞു കുഞ്ഞു മീനുകൾ. ഓ, ലൈനായി പോവാണ്. എങ്ങോട്ടേക്കാ? ഒരു ടീമായി പോയി. ചെറി ബ്ലോസം ട്രീസ് ആണേ ഇതൊക്കെ. അപ്പോൾ ചെറി ബ്ലോസം ടൈമിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. ഇപ്പം ഇത് വരുമോ? നമ്മൾ അവസാനത്തെ ഹിഡ ബീഫ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ ഒരു ഹൈലി റേറ്റഡ് കടയുണ്ട്, പൈസ കുറവാണ്. ഭയങ്കര അടിപൊളി സ്ക്വയേഴ്സ് ആണെന്നാണ് പറയുന്നത്. നമുക്കത് ഇതാണ് ആ കട. Let's try the Hida beef. Yeah.
മോഡൽ വെച്ചിട്ടുണ്ടല്ലേ അവിടെ. നമുക്ക് ഇന്ന് തീരുമാനിക്കാം ഹിഡ ബീഫാണോ, അതായത് ഇത് ഇവിടുത്തെ ടക്കയാമേലെ, അല്ല കോബെ ബീഫാണോ ഏറ്റവും അടിപൊളി. കോബെ ഞാൻ ക്യോട്ടോയിൽ വെച്ച് കഴിച്ചിട്ടുണ്ട്, അത് വായിൽ വെച്ച് മെൽറ്റായി. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതേപോലെ തന്നെ ഒരു സ്ക്യൂർ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, അവിടുത്തെ മറ്റേ നിഷിക്കി മാർക്കറ്റിൽ നിന്ന്. ഇത് ഇവിടുത്തെ റോഡ് സൈഡിലൊരു സാധാരണ കടയിൽ നിന്ന്. ഡ്രസ് മെൽറ്റ്. ആ ഗ്രെയിൻസ് നമുക്ക് കുറച്ച് ചുഴിയാണ്, പക്ഷെ നല്ലൊരു ഉപ്പ് രസവും ആ മീറ്റിൻ്റെ ടേസ്റ്റ് കൊള്ളാം. മെൽറ്റാവില്ല. മെൽറ്റാവുന്നത് കോബെ ബീഫാണ്. പിന്നെ അയാൾ ഇതിൻ്റെ മോൾ എന്തൊരു സീസണിങ് പോലെ എന്തൊരു പൊടി എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, അതെല്ലാം കൊള്ളാം. Can you recommend the beef curry? Okay. Okay. അത് പറയട്ടെ. Yes. നമ്മളിവിടെ ഒരു ഒതൻറ്റിക് ജാപ്പനീസ് റൈസ് ആൻഡ് കറി കിട്ടുന്ന കടയിൽ വന്നതാണ്. അപ്പോൾ ഇവരുടെ മെനുവിൽ റൈസ് ആൻഡ് കറി മാത്രമേ ഉള്ളൂ, പിന്നെ ഇവർ പൈസ മാത്രമേ എടുക്കുകയുള്ളൂ. ആൻഡ് മെനു ഫുൾ ജാപ്പനീസിലാണ്, ഇംഗ്ലീഷില്ല. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ ഒക്കെ സഹായത്തിൽ 2 കറി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ബീഫും ഒരു പോർക്കും. നല്ല ആംബിയൻസ് ആണ്, റോക്ക് മ്യൂസിക്കാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. ഒരു ജാപ്പനീസ് അമേരിക്കൻ ഫ്യൂഷനായിട്ട് നല്ലൊരു ഡിന്നർ കഴിക്കാൻ വന്നൊരു ഫീലുണ്ട്. ഫുഡ് കിട്ടുമ്പോൾ അറിയാം ഫുഡിൻ്റെ കാര്യം എങ്ങനെ ഉണ്ടെന്ന്. ഒരു അമേരിക്കൻ പബ്ബിൽ വന്ന പോലെ നമ്മളിവിടെ വന്നത് മുതൽ ബോൺ ജോവിയുടെ പാട്ടാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിതൊരു റോക്ക് തീംഡ് റെസ്റ്റോറൻ്റാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ബോൺ ജോവിയുടെ ഒരു CD ഒക്കെ വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് മൊത്തത്തിൽ ഒരു റോക്ക് ഓറിയൻറ്റഡ് ആണ് ഇവിടുത്തെ മൊത്തം തീമും. ബോബ് മാർലി ഉണ്ട്, പക്ഷേ അത് ഇതുമായിട്ട് അത്രയൊന്നും പോകുന്നില്ല, അത് കുറച്ച് റെഗയാണല്ലോ. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം വന്നിരിക്കുകയാണ്. ഇവിടെ ആദ്യമായിട്ടാണ് നമുക്ക് വന്നിട്ട് ഒരിടത്തുനിന്ന് നമുക്ക് ഫോർക്ക് കിട്ടുന്നത്. ഇപ്പം ഞാൻ ചോപ്സ്റ്റിക്സ് സ്കിൽസ് തെളിയിച്ച് കഴിഞ്ഞായിരുന്നു, ബട്ട് സ്റ്റിൽ ഇത് ലുക്കൊക്കെ അടിപൊളിയാണ്. അതുലിൻ്റെയും എൻ്റെയൊക്കെ ഇനി ടേസ്റ്റും കൂടെ അടിപൊളിയാണെങ്കിൽ ഞാൻ കൃതാർത്ഥയാവും. ഇതെന്ന് എൻ്റെ മറ്റേത് തന്നെ ആയുർവേദ കട ചൂർണം. അതിൽ പറയുന്ന ഇവിടുത്തെ കറിയുടെ ടേസ്റ്റിന് നമ്മുടെ ആയുർവേദ കടയിലെ ചൂർണം പോലെയാണെന്നാണ്. ആക്ച്വലി ശരിയാണ്, ശരിക്കും ഒരു ചൂർണത്തിൻ്റെ ടേസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ട് നോക്കട്ടെ എത്രത്തോളം ഉണ്ടെന്ന്. ഞാൻ മനസ്സിലാക്കുന്ന ഈ സിനമൺ അരച്ച് കലക്കിയിട്ടാണ് ഈ ടേസ്റ്റ് വരുന്നത്. അതിൻ്റെ എന്താ പറയുക, സൈക്കോസിൻ്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ചൂർണത്തിൻ്റെ ഈ ഒരു അവസ്ഥാന്തരം ആദ്യമായിട്ടാണ്. സെസ്മേ സീഡുണ്ട് ഇതിൽ ദിസ് ടൈം. ഞാൻ വെറുതെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്, പൊട്ടറ്റോ ഉണ്ട്. ഇതെന്താ മുളകോ? അല്ല, ബീൻസ്. ഇതെന്താണാവോ? കഴിക്കാൻ പറ്റുന്ന നല്ലതായാൽ മതിയായിരുന്നു. പിക്കിളാണ്, ഉപ്പുണ്ടോ? എനിക്ക് പിന്നെ ഇരുന്നത് നമ്മുടെ അപ്പൂപ്പൻ്റെ അടുത്ത് കഴിച്ചതാണ്. Arigatou gozaimasu. ജപ്പാനിൽ വന്ന് പഠിച്ച 2 ജാപ്പനീസ് വാക്കാണ്.
ഒന്ന് ജപ്പാനിൽ വന്ന് പഠിച്ച 2 ജാപ്പനീസ് വാക്ക്. ഒന്ന് കൊനിച്ചിവാ, 2 അരിഗാത്തോ ഗൊസൈമാസ്. ഞാൻ വലിയ കാര്യത്തിൽ ഇംഗ്ലീഷിൽ ഓർഡർ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവരോട് വലിയ കാര്യത്തിൽ എനിക്ക് ജാപ്പനീസ് അറിയുന്ന പോലെ അരിഗാത്തോ ഗൊസൈമാസ് എന്ന് പറയും. അപ്പോൾ അവർ തിരിച്ചത് മതി. സോ പ്രൗഡ്. ഇവിടെ ഈ ഒരു കുറച്ച് ഏരിയയിൽ വെള്ളം ഇങ്ങനെ ഒഴുകാതെ കിടക്കുമ്പോൾ അവിടെയാണല്ലേ എല്ലാ മീനും വരുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27 മീനുണ്ട്. അതും ഇത്ര ഉള്ള 27 മീൻ. അപ്പോൾ നമ്മുടെ ടക്കിയാമയിലെ ലാസ്റ്റ് ഈവനിങ് ആണ്. നാളെ നമ്മൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് വണ്ടി കയറിയിട്ട് നമ്മൾ ടോക്കിയോക്ക് പോവാണ്. അപ്പം നമ്മളിവിടെ ഈ റിവറിൻ്റെ സൈഡിൽ ഇങ്ങനെ വന്ന് മീനുകളെയൊക്കെ കണ്ടിരിക്കുകയാണ്. എന്തോരം വലിയ മീനുകളാണെന്നറിയോ. ടക്കയാമ എന്ന് പറയുന്ന ഒരു മൗണ്ടനസ് വില്ലേജാണ്, അല്ലെങ്കിൽ മൗണ്ടനസ് ടൗൺ ആണ്. കുറേ മൗണ്ടൻസ് ആണ് ചുറ്റിനും. ഹിഡ റീജിയനിലെ അവിടെയുള്ളൊരു കുഞ്ഞി ടൗണാണ്, ഒരു ക്യൂട്ട് ലിറ്റിൽ ടൗൺ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ഹിഡ ബീഫ് കഴിക്കാം. അപ്പോൾ ഈ റീജിയനിൽ വളരുന്ന ബ്രീഡ് ഓഫ് ബീഫാണ് ഹിഡ ബീഫ്. നമ്മുടെ ഈ കോബെ ബീഫും അല്ല, നമ്മളിതിൻ്റെ മുന്നേ ഒക്കെ കാണിച്ചില്ലേ. അപ്പോൾ എല്ലാ കടയിലും ഹിഡ ബീഫ് പൊരിച്ചത്, നമ്മൾ തന്നെ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത്, അതിൻ്റെ പല പല വേരിയേഷൻസാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു. ഇവിടുത്തെ ക്യൂട്ട് എഡോ പീരീഡിലൊക്കെയുള്ള 1600s സ്ട്രീറ്റുകൾ കണ്ടു. പിന്നെ ഈ ഏരിയ ഭയങ്കര ടിമ്പർ, അത് തടി കഷ്ണങ്ങൾക്ക് ഭയങ്കര ഫേമസ് ആണ്. ഇവിടുത്തെ തടി കഷ്ണങ്ങൾ ഭയങ്കര ഹൈ ക്വാളിറ്റിയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ കണ്ടു. പിന്നെ ഇവിടെ സാക്കെ ബ്രൂവറി ഉണ്ട്, അത് നമുക്ക് പോകാൻ ടൈം കിട്ടിയില്ല. പിന്നെ ഇത് ടക്കയാമയിലെ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. ഈ റിവറും അവിടെ ഒരു ബുദ്ധിസ്റ്റ് ഫിഗറിൻ്റെ സ്റ്റാച്യു ഉള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇവിടെ ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്നതിനെ കൊണ്ട് അവിടെ നമുക്ക് ഇഷ്ടംപോലെ കോയി ഫിഷിനെ കാണാൻ പറ്റും. നേരത്തെ അച്ചു എണ്ണീട്ട് ഒരു 26ഓളം കോയി ഫിഷുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ചാടിപ്പോകുന്നതൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുവഴിയൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം. അപ്പോൾ ഈ മീനുകളെ നോക്കിക്കൊണ്ട് അത്രയും ക്ലിയർ വാട്ടറും കണ്ട് പ്രകൃതിയും സിറ്റിയും എല്ലാം കൂടെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടും കൂടെയാണ്. ഈ റിവറിൻ്റെ ഒരു സൗണ്ട് അല്ലേ, ഭയങ്കര ഒരു നേച്ചറിൻ്റെ ഒരു ശക്തി ഫീൽ ചെയ്യും. ഈ റിവർ ഒഴുകുന്ന ഒരു ഒച്ച ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ നേച്ചറിൻ്റെ സൗണ്ട് തന്നെ അവരുടെ സിറ്റിയിൽ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ട്രാഫിക് സിഗ്നൽ ക്രോസ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഒരു ബേർഡ് ചോപ്പിംഗ് സൗണ്ടൊക്കെയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നേച്ചർ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ട്രെയിൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഓരോ സിഗ്നലും കാര്യങ്ങളൊക്കെ ഭയങ്കര നേച്ചർ റിലേറ്റഡ് ആണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവർ നേച്ചറുമായിട്ട് എത്ര കണക്റ്റഡ് ആണ്, ഇവർ നേച്ചറിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. സോ ലെറ്റ് us have our chill evening. കുറച്ച് നേരം കോയി ഫിഷിനെയൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ബൈ.